എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. കഥ പറയാൻ വരുന്ന പിശാച്. സർവദേശ് എന്ന രാജ്യത്തെ ഒരു വലിയ പോരാളിയാണ് നാഗ, ഈ കഥയിലെ നായകൻ. ഒരു ദിവസം രാജ്യത്തെ രാജാവ് അവനെ ഒരു ജോലി ഏൽപ്പിക്കുന്നു. രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിൽ മലകൾക്കുമപ്പുറം ശപിക്കപ്പെട്ട ഒരു വനമുണ്ട്. മറ്റൊരു രാജ്യത്തെ ക്രൂരനായ ഒരു രാജാവിന്റെ കൈവശമാണ് ഇപ്പോൾ ആ വനം. ആ രാജാവ് പുറത്ത് നിന്നാരെയും വനത്തിലേക്ക് കയറ്റിവിടില്ല. ഇതിനു മാത്രം എന്താണ് ആ വനത്തിൽ? ഇതായിരുന്നു എല്ലാവരുടെയും സംശയം. എന്നാൽ സർവദേശ് എന്ന രാജ്യത്തെ രാജാവ്, അതായത് നായകന്റെ രാജ്യത്തെ രാജാവ്, ആ വനത്തിലെ എന്താണുള്ളത് കണ്ടെത്തി. ആ വനത്തിലുള്ള ചില മരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പകല് സാധാരണ മരങ്ങളെപ്പോലെയാണ് നിൽക്കുന്നതെങ്കിലും രാത്രികാലങ്ങളിൽ ആ വനത്തിലെ മരങ്ങൾ ഒരു പ്രത്യേകതരം സുഗന്ധം പുറത്തുവിടും. ആ ഗന്ധം ആരെങ്കിലും ശ്വസിച്ചാൽ പിന്നെ അവര് ഭ്രാന്തന്മാരെപ്പോലെയായി മാറും. വേദന എന്താണെന്നറിയാത്ത, മരണത്തെപ്പോലും ഭയമില്ലാത്ത, ചെകുത്താൻ പോലും ഭയപ്പെടുന്ന നരഭകളായി മാറും. യുദ്ധങ്ങൾക്ക് പോകുന്നതിനു മുൻപ് അവന്റെ സൈനികരെക്കൊണ്ട് മരങ്ങളിൽ നിന്നും വരുന്ന ഗന്ധം ശ്വസിപ്പിക്കും. പിന്നീട് അവന്റെ സൈനികർ യുദ്ധകളത്തിൽ ഭ്രാന്തന്മാരെപ്പോലെയായിരിക്കും. ഇങ്ങനെയാണ് ആ ക്രൂരനായ രാജാവെല്ലാം യുദ്ധങ്ങളിലും ജയിക്കുന്നത്. അക്രൂരനായ രാജാവിന്റെ അടുത്ത് നായകന്റെ രാജ്യത്തിലെ ഒരു ഭടൻ ചാരനായി നിൽപ്പുണ്ട്. അവൻ വഴിയാണ് രാജാവ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. രാജാവ് പറഞ്ഞു, ഇത് രാജ്യങ്ങളെയും പാവപ്പെട്ട മനുഷ്യരെയും മാത്രമല്ല, ആ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും ചെറുജീവികളെയും വരെ ബാധിക്കാൻ തുടങ്ങി. പലതും മരിച്ചു വീഴുന്നു. ശേഷം നായകനോട് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി നീ ആ കാട് നശിപ്പിക്കണം. അവിടുത്തെ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് നിനക്ക് വനത്തിനകത്തേക്ക് കയറാനുള്ള വഴി അവിടെ ചാരനായി നിൽക്കുന്ന എന്റെ ആൾ ചെയ്തു തരും. നായകൻ രാജാവ് പറഞ്ഞ വനമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. രാജാവിന്റെ അവിടെയുള്ള ആളുടെ സഹായത്തോടെ ആ വനം അടക്കിവെച്ചിരിക്കുന്ന രാജാവും അയാളുടെ ആളുകളും അറിയാതെ അവരെ കബളിപ്പിച്ച് നായകൻ ആ വലിയ വനത്തിനു മുന്നിലെത്തി. കുതിരയെ പുറത്തു നിർത്തി അവൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വനത്തിനുള്ളിലുള്ള ഒരു അരുവിയിൽ നിന്നും അവൻ വെള്ളം കുടിക്കുന്നു. ശേഷം കൈയിലുണ്ടായിരുന്ന എന്തോ ഒരു പൊടി ഇലകളിലാക്കി നനയാതെ അരുവിയിലൂടെ ഒഴുക്കിവിടുന്നു. അരുവിക്കാടിന്റെ പല ഭാഗത്തേക്കായി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊടിക്കാടിന്റെ പല ഭാഗങ്ങളിലേക്കായി എത്തിച്ചേരും. കൈയിൽ ബാക്കിയുണ്ടായിരുന്ന പൊടി അവിടെയുണ്ടായിരുന്ന ചെടികളുടെയും മരങ്ങളുടെയും മേൽ വിതറുന്നു. ശേഷം വനം വിട്ട് പുറത്തുവന്ന് അവിടെ ഒരു പുൽമൈതാനത്ത് വിശ്രമിക്കുന്നു. സമയം കടന്നുപോയി ഏകദേശം ഇരുട്ടിത്തുടങ്ങി. രാജാവ് പറഞ്ഞതുപോലെ വനത്തിലെ ചില മരങ്ങൾ ഒരു പ്രത്യേക ഗന്ധം പുറത്തുവിടാൻ തുടങ്ങി. നായകൻ കാടിന്റെ പല ഭാഗത്തായി വെച്ചിരുന്ന പൊടി സാധാരണ പൊടിയായിരുന്നില്ല. മരങ്ങൾ പുറത്തുവിടുന്ന ഗന്ധവുമായി ആ പൊടി കലർന്നപ്പോൾ കാട്ടിൽ ചെറിയ രീതിയിൽ തീ പിടിക്കാൻ തുടങ്ങി. പിന്നീടതൊരു വലിയ തീയായി മാറി. ഇത് വനത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ വനം മുഴുവൻ തീയിൽ എരിയാൻ തുടങ്ങി. ഇത് കണ്ട ശേഷം നായകൻ അവിടെ നിന്ന് തിരികെ പോകുന്നു. കാടിന്റെ നാശം ക്രൂരനായ രാജാവിന്റെ അടുത്ത് വാർത്തയായി എത്തി. രാജാവ് കോപം കൊണ്ട് തിളച്ചു. രാജാവിന്റെ മകൻ ഉടൻ തന്നെ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്യുന്നു. ഈ മകനാണ് കഥയിലെ വില്ലൻ. വേണ്ട, അധികാരഭാവത്തോടെയുള്ള ശബ്ദത്തിൽ രാജാവ് പറഞ്ഞു, പ്രതികാരം പിന്നീട് മതി. ആദ്യം നഷ്ടപ്പെട്ടതിനെ നമ്മൾ തിരികെ കൊണ്ടുവരണം. ആ മരങ്ങളുടെ വേരുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കടലിനക്കരെ ഒരു ദ്വീപിൽ നമ്മൾ അവയെ തിരികെ കൊണ്ടുവന്ന് ഇവിടെ നട്ട് വീണ്ടും വളർത്തിയാൽ നമ്മുടെ ശക്തി തിരികെ വരും. പ്രതികാരം അതിനുശേഷം മതി. അതുപോലെ രാജാവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. മരത്തിന്റെ വേരുകളുള്ള ആ ദ്വീപ് ഒരു സാധാരണ സ്ഥലമല്ല. ആയിരക്കണക്കിന് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. തലമുറകളായി മരങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധങ്ങൾ ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യർ. മരങ്ങളുടെ വേരുകൾ അവർ ഒരു ലഹരിവസ്തു പോലെ കത്തിച്ചു വലിക്കും. അവർ കാട്ടുമൃഗങ്ങളെപ്പോലെയാണ്. മനുഷ്യരല്ലാത്തവർ, മരണഭയമില്ലാത്ത നരഭോജികൾ. ഇവരെ എതിർത്തു വേണം ദ്വീപിൽ നിന്ന് വേരുകളെടുത്ത് തിരിച്ചുവരാൻ. വില്ലന്റെ കണ്ണുകൾ ആളിക്കെത്തി. വില്ലൻ സമ്മതിക്കുകയും തന്റെ സൈനികരുമായി ദ്വീപിലേക്ക് പോകാൻ കപ്പലിൽ തയ്യാറാക്കുകയും ചെയ്തു. ശേഷം യാത്ര തുടങ്ങി. ഇതേസമയം നായകൻ അവന്റെ വീട്ടിൽ അവന്റെ കുതിരയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂരനായ രാജാവിന്റെ അടുത്ത് ചാരനായി പ്രവർത്തിക്കുന്നയാൾ നായകന്റെ വീട്ടിലേക്ക് വന്നു. അയാളിൽ നിന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നായകൻ അറിയുന്നു. ആ വേരുകൾ തിരികെ കൊണ്ടുവന്നാൽ താൻ ചെയ്തത് എല്ലാം വെറുതെയാകും. നായകൻ അവന്റെ ഉള്ളിൽ പറഞ്ഞു. പോരാട്ടം അവസാനിച്ചിട്ടില്ല. അവൻ അവന്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തു. ശേഷം രാജാവിനോട് നായകൻ കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ അപകടം പിടിച്ച ജോലിക്ക് പോകുന്നതിൽ നിന്ന് നായകന്റെ ഭാര്യ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകൻ പറയുന്നു, ഇത് രാജാവിന്റെ കൽപ്പനയാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റേണ്ടത് എന്റെ കടമയാണ്. ഞാനിതിനു പോകാതിരുന്നാൽ അദ്ദേഹം എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ഞാൻ തന്നെ തകർക്കുന്നതുപോലെയാണ്. വിഷമിക്കേണ്ട, ഞാൻ ഉടൻ മടങ്ങിവരും. ശേഷം നായകനും സംഘവും വില്ലൻ പോയ അതേ സ്ഥലത്തേക്ക് പോകുന്നു.
നായകന്റെ വരവ് വില്ലൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നായകനും സംഘവും വരുമ്പോൾ കപ്പലിനെ ആക്രമിക്കാൻ വില്ലൻ ഒരു സംഘത്തെ കടലിൽ നിർത്തിയിരുന്നു. നായകന്റെ വലിയ കപ്പൽ തിരമാലകളെ കീറിമുറിച്ചു മുന്നോട്ടു പോകുന്നു. ശത്രുക്കൾ ആക്രമിച്ചു. മൂടൽമഞ്ഞിൽ നിന്ന് അമ്പുകൾ മഴ പോലെ വന്നു. കപ്പലുകളുടെ പല ഭാഗങ്ങളിലും തീപിടിച്ചു. ശത്രുക്കൾ അവരുടെ കപ്പൽ നായകന്റെ കപ്പലിനോട് അടുപ്പിച്ചു. വാളുകളുമായി യോദ്ധാക്കൾ കപ്പലുകളിലേക്ക് എടുത്തുചാടി. കടൽ പോരാട്ടം കൊണ്ട് ചുവന്നു. നായകൻ തന്റെ സമാനതകളില്ലാത്ത ശക്തിയോടെ ഒരു കൊടുങ്കാറ്റിനെപ്പോലെ പോരാടി. ശത്രുക്കളെ കീറിമുറിച്ചും വെറുങ്കൈകൊണ്ട് ആക്രമിച്ചും അദ്ദേഹം പോരാടി. പോരാട്ടം ക്രൂരമായിരുന്നെങ്കിലും നായകനും സംഘവും വിജയിച്ചു. ശത്രുസംഘം മുഴുവനായും മരണപ്പെട്ടു. നായകന്റെ കപ്പൽ മുഴുവൻ നശിച്ചതുകൊണ്ട് ശത്രുക്കളുടെ കപ്പലെടുത്ത് അവർ യാത്ര തുടർന്നു. കടൽ ശാന്തമായി തങ്ങളുടെ വിജയയാത്ര തുടർന്നു. നായകന്റെ കപ്പൽ പതുക്കെ പാറക്കെട്ടുകളും മൂടൽമഞ്ഞും നിറഞ്ഞ തീരത്തേക്ക് അടുക്കുന്നു. നായകനും വിശ്വസ്തരായ കുറച്ച് യോദ്ധാക്കളും ആഴം കുറഞ്ഞ തിരമാലകളിലേക്ക് ചാടി കരയിലേക്ക് നടക്കുന്നു. കാടിന്റെ അരികിൽ ഒരു ചെറിയ കണ്ടാൽ വിചിത്രയായി തോന്നുന്ന കാട്ടുവാസി പെൺകുട്ടി അനങ്ങാതെ അവരെ നോക്കി നിൽക്കുന്നു. യോദ്ധാക്കൾ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ കുട്ടി പെട്ടെന്ന് കാട്ടിലേക്ക് തിരിച്ചോടി അപ്രത്യക്ഷമാകുന്നു. കടലിന്റെ മറ്റൊരു മൂലയ്ക്ക് വില്ലന്റെയും സംഘത്തിന്റെയും കപ്പൽ കിടപ്പുണ്ട്. പക്ഷേ അവിടെങ്ങും ആരെയും കാണാനില്ല. നായകൻ തന്റെ ആളുകളോട് ആംഗ്യം കാണിക്കുന്നു. അവർ കുട്ടി അപ്രത്യക്ഷയായ ഭാഗത്തേക്ക് പോകുന്നു. പരിഭ്രാന്തനായ സംഘത്തിലെ ഒരാൾ പിറുപിറുക്കുന്നു. നിങ്ങൾ കുറച്ചു മുന്നോട്ടു പോയി കാത്തിരിക്കൂ, എനിക്ക് ചെറുതായി ഒരിടവേള എടുക്കാൻ സമയമായി. നായകനും സംഘവും കുറച്ചു ദൂരം മുന്നോട്ടു പോകുന്നു. പരിഭ്രാന്തനായ സംഘത്തിലെ ഒരാൾ അവന്റെ ആവശ്യം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു. ഒരു വനവാസി അവന്റെ പിന്നിൽ വിളറിയതും നിശ്ശബ്ദനുമായി ഒരു നിഴൽ പ്രേതത്തെപ്പോലെ നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ ഭയത്താൽ വിടരുന്നു. സംഘത്തിലെ ബാക്കിയുള്ളവർ വിശ്രമിക്കാനിരിക്കുന്നു. പക്ഷേ അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന് നായകൻ ശ്രദ്ധിക്കുന്നു. നായകൻ തിരികെ പോയി അവനെ നോക്കുന്നു. എന്നാൽ അവനെ കാണുന്നില്ല. ശൂന്യത മാത്രം. കാൽപ്പാടുകളില്ല. പോരാട്ടത്തിന്റെ ലക്ഷണമില്ല. ഒരു ഭയാനകമായ നിശ്ശബ്ദത മാത്രം. നായകൻ സംഘത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നു. തിരികെ വന്നപ്പോൾ അതാ സംഘത്തെയും കാണുന്നില്ല. നായകൻ ആശയക്കുഴപ്പത്തിലായി. അവൻ അവനോട് തന്നെ ചോദിക്കുന്നു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്നെന്തോ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നായകൻ നടക്കുന്നു. ഒരു വനവാസി ഒരു വിചിത്രമായ പൊടി അവന്റെ മുഖത്തേക്ക് എറിയുന്നു. നായകന് ശ്വാസം മുട്ടുന്നു. കാലുകൾ ഇടറുന്നു. അവന്റെ കാഴ്ച മങ്ങുന്നു. അവൻ കാടിന്റെ അടിത്തട്ടിലേക്ക് മയങ്ങി വീഴുന്നു. സമയം രാത്രിയായി. നായകന് ബോധം വരുമ്പോൾ നായകനെയും സംഘത്തെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അടുത്തുതന്നെ വില്ലനെയും അവന്റെ ആളുകളെയും കെട്ടിയിട്ടിട്ടുണ്ട്. കാട്ടുവാസികൾ അവരുടെ എന്തോ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജ കഴിഞ്ഞിട്ട് വേണം നായകനെയും നായകന്റെ സംഘത്തെയും വില്ലനെയും വില്ലന്റെ സംഘത്തെയും കൊല്ലാൻ. എന്നാൽ ഒളിപ്പിച്ചുവെച്ച കത്തി ഉപയോഗിച്ച് നായകന്റെ കെട്ടഴിക്കുന്നു. ശേഷം നായകൻ ആകാശത്തേക്ക് നോക്കി അലറുന്നു. നായകന്റെ കൂടെ കാട്ടിലേക്ക് പോകാതെ കപ്പലിൽ കുറച്ചാളുകളുണ്ടായിരുന്നു. നായകന്റെ അലർച്ച കേട്ട് അവരെന്തോ സിഗ്നൽ കിട്ടിയതുപോലെ കപ്പലിലുണ്ടായിരുന്ന പീരങ്കി ഉപയോഗിച്ച് കാടിനു മുകളിലേക്ക് ആകാശത്തേക്ക് വെടിവെക്കുന്നു. കാടിനു മുകളിൽ ആകാശത്ത് വെളുത്ത നിറത്തിൽ ഒരു ബോംബ് പൊട്ടുന്നു. കാടിനു മുകളിലേക്ക് കുറെ പൊടികൾ വന്നു വീഴുന്നു. തുടക്കത്തിൽ നായകൻ കാട് കത്തിക്കാൻ ഉപയോഗിച്ച അതേ പൊടി. സമയം രാത്രിയായതിനാൽ മരങ്ങളെല്ലാം വാതകങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. പൊടികൾ അതുമായി കലർന്നപ്പോൾ കാട് മുഴുവൻ തീ പടരാൻ തുടങ്ങി. ഈ സമയം നായകന്റെ സംഘത്തിലുള്ള മറ്റുള്ളവരുടെയെല്ലാം കെട്ടഴിച്ചുവിടാൻ തുടങ്ങി. വില്ലൻ അവന്റെയും കെട്ടഴിച്ച് ശേഷം അവന്റെ ആളുകളുടെയും കെട്ടഴിക്കുന്നു. കാട് മുഴുവൻ തീ പിടിച്ചതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ പരിഭ്രാന്തരായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നു. നായകനും സംഘവും ഈ അവസരം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ വില്ലന്റെ സംഘം ഈ അവസരം ഉപയോഗിച്ച് അവിടെ നിന്നും മരത്തിന്റെ വേരുകൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. എതിരെ വരുന്ന കാട്ടുവാസികളെയെല്ലാം നായകൻ തല്ലിവീഴ്ത്തുന്നു. വില്ലന്റെ അടുത്തേക്ക് കുറെ കാട്ടുവാസികൾ വരുന്നു. വില്ലൻ അവരിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുകൊല്ലുമെന്ന് പറഞ്ഞ് കാട്ടുവാസികളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അവർ അത് വകവയ്ക്കാതെ വില്ലന് നേരെ വീണ്ടും അടുക്കുന്നു. വില്ലൻ വാൾ വെച്ച് അവിടെ നിന്ന് മറ്റൊരു കാട്ടുവാസിയെ കൊല്ലുന്നു. ശേഷം കൈയിലുള്ള കൊച്ചുകുട്ടിയെ കൊല്ലുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ഇത്തവണ കാട്ടുവാസികൾ ഭയന്ന് അവിടെ നിൽക്കുന്നു. വില്ലൻ ഇപ്പോൾ എന്റെ അടുത്തേക്ക് വാടാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുന്നു. പെട്ടെന്ന് വില്ലന്റെ തലയിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചുകയറുന്നു. വില്ലൻ കാണാതെ ഒരു കാട്ടുവാസി സൈഡിൽ നിന്നാണ് അമ്പ് അയച്ചത്. അങ്ങനെ വില്ലൻ അവിടെ വെച്ച് മരിച്ചു. നായകനും സംഘവും അപ്പോഴേക്കും രക്ഷപ്പെട്ട് കടൽ തീരത്തെത്തി. അപ്പോഴേക്കും കാട്ടുവാസികളെല്ലാം വില്ലന്റെ ശവശരീരവും വില്ലന്റെ സംഘത്തിലെ എല്ലാവരുടെയും ശവശരീരവുമായി അവിടേക്ക് വരുന്നു. ശേഷം അത് നായകനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ പുല്ലും ഞങ്ങളുടേതാണ്. ഇനി ആരും ഇവിടേക്ക് വരരുത്. ശേഷം കാട്ടുവാസികളെല്ലാം അവിടുന്ന് കത്തുന്ന കാട്ടിലേക്ക് തിരിച്ചുപോകുന്നു.
നായകനും നായകന്റെ സംഘവും വില്ലന്റെ സംഘത്തിന്റെയും ശവശരീരങ്ങളെല്ലാം എടുത്ത് കപ്പലിൽ കയറി അവിടുന്ന് തിരിച്ച് യാത്രയാകുന്നു. വില്ലനും സംഘവും ചെടികളെടുക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവരെല്ലാം മരണപ്പെട്ടത്. നായകനും സംഘവും രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവരെല്ലാം രക്ഷപ്പെട്ടത്. മടക്കയാത്രയിൽ കപ്പലിലിരുന്ന് നായകൻ ചിന്തിക്കുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ താനാണ് രാജകുമാരനെ കൊന്നത് എന്നാണ് ക്രൂരനായ രാജാവ് വിചാരിക്കുക. ഇവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കില്ല. ഒരു വലിയ യുദ്ധം ഇതേ തുടർന്ന് എന്തായാലും ഉണ്ടാകും. ഒരു യുദ്ധത്തിന് തയ്യാറാകണമെന്ന് നായകൻ ചിന്തിക്കുന്നു. തയ്യാറായതുപോലെ നായകൻ ഒരു വാളും പിടിച്ച് കപ്പലിന്റെ മുൻപിൽ ഇരിക്കുന്നു.